ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രോബ്ലമാണ്. ഈ പ്രോബ്ലം ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്നുള്ള സെക്ഷനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം. ദ തിയറിറ്റിക്കൽ വാല്യൂ ഓഫ് ദ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എക്സ്പെരിമെൻറ്റ് പ്രെഡിക്ട്സ് മീൻ റിസൾട്ട് H is equal to 6.63 into 10 raised to minus 34. A lab result obtained from the 10 measurements. Mean value 6.70 into 10 raised to minus 34. Sample standard deviation is 0.12 into 10 raised to minus 34. Test at 5% significance level whether the experiment results agree with the theory. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പെരിമെൻ്റൽ റിസൾട്ട് തിയറിയായിട്ട് എഗ്രി ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് കിട്ടിയ സാമ്പിളിൻ്റെ മീൻ എടുക്കുക. അതായത് നമുക്ക് ഒബ്സർവേഷൻ റിസൾട്ട് എന്ന് കിട്ടിയ സാമ്പിൾസിൻ്റെ മീൻ എടുത്ത് കഴിഞ്ഞാലുള്ള വാല്യൂ ആണ് സാമ്പിൾ മീൻ. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് എസ് എന്ന് പറയുന്നത്. എസ് ഇസ് ഈക്വൽ ടു 0.12 ഇൻറ്റു 10 റേസ് ടു മൈനസ് 34. ഇനി നമ്മൾ രണ്ട് ഹൈപ്പോത്തിസിസ് കൺസിഡർ ചെയ്യാണ്. ഹൈപ്പോത്തിസിസ് 1ഉം ഹൈപ്പോത്തിസിസ് 2ഉം. അതിൽ ഒന്നാമത്തെ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് നമ്മൾ മെഷർ ചെയ്ത വാല്യൂവും അതായത് നമ്മൾക്ക് കിട്ടിയ സാമ്പിൾ മീനും തിയറിറ്റിക്കൽ വാല്യൂവും തമ്മിൽ ഒരു ഡിഫറൻസും ഇല്ല എന്നാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. രണ്ടാമത്തെ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒബ്സർവ് ചെയ്തിട്ട് കിട്ടിയ വാല്യൂവിൻ്റെ മീനും തിയറിറ്റിക്കൽ വാല്യൂവും ഡിഫറൻസ് അതിന് രണ്ട് തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടെന്നാണ് സെക്കൻഡ് ഹൈപ്പോത്തിസിസ് പറയുന്നത്. ഇനി നമ്മൾ ടി എന്നുള്ള ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ടി എന്നുള്ള ഒരു വാല്യൂ നമുക്ക് സാമ്പിളിൻ്റെ ഡാറ്റയിൽ നിന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ടിയുടെ ഒരു വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എക്സ്പെരിമെൻ്റൽ റിസൾട്ട് തിയറിറ്റിക്കൽ വാല്യൂ ആയിട്ട് എഗ്രി ചെയ്യുന്നതെന്ന് നോക്കല്. അപ്പം ടീൻ്റെ ഇക്വേഷൻ ആണ് എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ എസ് ബൈ റൂട്ട് എൻ. ഹിയർ റൂട്ട് ഈസ് ദ സാമ്പിൾ സൈസ്. അതായത് നമുക്ക് എത്ര നമ്പർ ഓഫ് റിസൾട്ട്സ് ഉണ്ട് ആ റിസൾട്ട്സിൻ്റെ നമ്പറിനെയാണ് എൻ എന്ന് വിളിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു മെഷർമെൻറ്റ് നടത്തിയിട്ട് നമുക്കൊരു 10 മെഷർമെൻറ്റാണ് നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 10 റിസൾട്ട്സ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ആ ഒരു 10നെയാണ് നമ്മൾ സാമ്പിളിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ സാമ്പിളിൻ്റെ സൈസ് നമ്മളിവിടെ 10 മെഷർമെൻറ്റാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ എൻ ഇസ് ഈക്വൽ ടു 10. ഹിയർ മ്യൂ ഇസ് ദ പോപ്പുലേഷൻ മീൻ, ദിസ് ദ ആക്ച്വലി ദ തിയറിറ്റിക്കൽ വാല്യൂ. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള വാല്യൂസൊക്കെ നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടി ഇസ് ഈക്വൽ ടു 1.84 എന്നുള്ള വാല്യൂ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് കിട്ടിയ ഒബ്സർവേഷൻസ് കിട്ടിയ വാല്യൂ തിയറിറ്റിക്കൽ വാല്യൂ ആയിട്ട് എഗ്രി ചെയ്യുന്നുണ്ടോ നോക്കാനുള്ള അടുത്ത സ്റ്റെപ്പാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കുക എന്നുള്ളത്. ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനെ ഡിനോട്ട് ചെയ്യുന്നത് DF ഈക്വൽ ടു n-1 ഈക്വൽ ടു 9. ഈ ഒരു വാല്യൂ കിട്ടുന്നത് ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് 3 നമ്പേഴ്സ് ഉണ്ട്. ആ 3 നമ്പേഴ്സിൻ്റെ മീൻ എന്ന് പറയുന്നത് 10 ആണെങ്കിൽ 3 ഇൻറ്റു 10 ഈക്വൽ ടു 13 എഴുതാം. നമ്മൾ റാൻഡംലി 2 നമ്പേഴ്സ് ചൂസ് ചെയ്യുകയാണ്, 15ഉം 8ഉം. ഈ 2 നമ്പേഴ്സ് നമ്മൾ റാൻഡംലി ചൂസ് ചെയ്തതാണ്. നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ 30 കിട്ടണമെങ്കിൽ തേർഡ് നമ്പർ എന്ന് പറയുന്നത് 7 ആയിരിക്കും. ഈ നമ്പേഴ്സിൻ്റെ മീൻ എന്ന് പറയുന്നത് 10 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ 2 നമ്പേഴ്സ് റാൻഡംലി ചൂസ് ചെയ്തതാണ്, ഫ്രീ ആയിട്ട് ചൂസ് ചെയ്തതാണ്. ഫ്രീ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 2 നമ്പേഴ്സിന് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ 2 കിട്ടണമെങ്കിൽ 3 - 1 ഈക്വൽ ടു 2. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 5% സിഗ്നിഫിക്കൻസ് ലെവലിൽ അത് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആൽഫ is equal to 0.05 or 5%. നമുക്ക് ഈ ഒരു ആൽഫേൻ്റെയും ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെയും വാല്യൂസ് വെച്ച് ടി ക്രിട്ടിക്കലിൻ്റെ വാല്യൂ കിട്ടും. ഇത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ടി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ നിന്നാണ്. ഇതിൻ്റെ ഈ ഒരു വാല്യൂവും നമുക്ക് നേരത്തെ കിട്ടിയ ടീൻ്റെ വാല്യൂം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്ക് ടി ക്രിട്ടിക്കൽ വാല്യൂ 2.262 എന്ന് കിട്ടിയിട്ടുണ്ട്. നേരത്തെ കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 1.84 എന്നാണ്. അപ്പോൾ 1.84 ഈസ് ലെസ് ദാൻ 2.262. അപ്പം നമുക്ക് ഹൈപ്പോത്തിസിസ്, അപ്പോൾ നമുക്ക് ഈ ഒരു ക്രിട്ടിക്കൽ വാല്യൂവിനെക്കാട്ടിയും കുറവായിട്ടാണ് നമുക്ക് ടീൻ്റെ വാല്യൂ കിട്ടിയിട്ടുള്ളത്. നമുക്ക് പറയാം ദർ ഈസ് നോ ഡിഫറൻസ്. ഇപ്പം ടി ക്രിട്ടിക്കൽ വാല്യൂവിനെക്കാട്ടിയും മുകളിലാണ് നമുക്ക് കിട്ടിയ ടീൻ്റെ വാല്യൂ ആണെങ്കിൽ നമുക്ക് പറയാം എറർ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാമത്തെ ഹൈപ്പോത്തിസിസ് എടുക്കാം. അതായത് ആ ഒരു അതിലൊരു ഡിഫറൻസ് ഉണ്ട്, നമുക്ക് കിട്ടിയ എക്സ്പെരിമെൻ്റൽ വാല്യൂവിനും തിയറിറ്റിക്കൽ വാല്യൂവിനും ഡിഫറൻസ് ഉണ്ട് എന്നുള്ള അസംഷൻ എടുക്കാം. പക്ഷേ ഇവിടെ ലെസ് ദാൻ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് അസംഷനാണ് നമ്മൾ എടുക്കുന്നത്. അതായത് നമുക്ക് കിട്ടിയ എക്സ്പെരിമെൻ്റൽ റിസൾട്ട് എഗ്രീസ് വിത്ത് ദ തിയറിറ്റിക്കൽ വാല്യൂ.